നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലത്ത് യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ പ്രതികൾ പിടിയിൽ. ശൂരനാട് സ്വദേശികളായ 4 പേർ കസ്റ്റഡിയിൽ. ഇരവിപുരം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം. MSC എൽസാ-3 കപ്പൽ അപകടം. പരിസ്ഥിതി നാശത്തിന് 1200.62 കോടിയുടെ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീമിന്റേതാണ് ഉത്തരവ്. പുനലൂരിൽ റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം. കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല്ലപ്പെട്ടത് ഇടതുകാലിന് അംഗവൈകല്യമുള്ള മധ്യവയസ്കൻ. നവരാത്രി ശബരിമല മണ്ഡലകാലത്തെ തിരക്ക് കുറയ്ക്കുന്നതിനായി സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. ഹൂബ്ലി കൊല്ലം ട്രെയിനാണ് അനുവദിച്ചത്. കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലത്ത് യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ പ്രതികൾ പിടിയിൽ. ശൂരനാട് സ്വദേശികളായ 4 പേരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇരവിപുരം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ സ്വദേശി ആരോമലിനെയാണ് കഴിഞ്ഞ രാത്രി കൊല്ലത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം. ശൂരനാട് സ്വദേശികളായ 4 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇരവിപുരം പോലീസ് നടത്തിയ തിരച്ചിലിലാണ് അക്രമികളെ പിടികൂടി യുവാവിനെ മോചിപ്പിച്ചത്. തൃശൂർ സ്വദേശി ആരോമലിനെയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് സ്വകാര്യ ആശുപത്രി പരിസരത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമായി യുവാക്കൾ മൊഴി നൽകിയത്. വൻ തുക തങ്ങളിൽ നിന്നും ആരോമൽ വാങ്ങിയിട്ടുണ്ടെന്നും തിരികെ തരാൻ വിസമ്മതിച്ചെന്നും പോലീസിൽ പരാതി നൽകിയെങ്കിലും ആരോമൽ ഹാജരായില്ലെന്നും യുവാക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലുള്ള 5 പേരെ കൂടി കിട്ടാനുണ്ടെന്ന് ഇരവിപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരുവോണ ദിവസം ചവറയിലെ വീട്ടിൽ കയറി ആക്രമിച്ച ലഹരി സംഘത്തിലെ പ്രധാന പ്രതിയെ ഉൾപ്പെടെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് രക്ഷാവേദി പ്രതിഷേധ യോഗം നടത്തി. കരുനാഗപ്പള്ളി ACP ഓഫീസിന് മുന്നിലായിരുന്നു സമരം. കേസിൽ അനാസ്ഥ കാണിച്ച ചവറ SHOയെ സസ്പെൻഡ് ചെയ്യണമെന്നും ദളിത് രക്ഷാവേദി ആവശ്യപ്പെട്ടു. ചവറ ശങ്കരമംഗലത്ത് ആദിവാസി കുടുംബത്തിലെ 4 പെൺകുട്ടികളെ ഉൾപ്പെടെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും കേസിൽ അനാസ്ഥ കാണിച്ച ചവറ SHOയെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. ദളിത് രക്ഷാവേദിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി ACP ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ യോഗം. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്ന സാമൂഹ്യബോധം മാറണമെന്ന് CR നീലകണ്ഠൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്ന പോലീസുകാർ, നിയമത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്, ഞങ്ങൾക്കതറിയാം. പക്ഷേ ഒരു വിഭാഗം ഈ സമൂഹത്തിലെ എല്ലാ അനീതികളെയും നിയമലംഘനങ്ങളെയും തുണയ്ക്കുന്നവരായി കേരളത്തിലുണ്ട്. അവർ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. പരമാവധി വന്നാൽ ഒരു സസ്പെൻഷൻ. 6 മാസം ശമ്പളം വാങ്ങി വീട്ടിലിരുന്ന് തിരിച്ച് നമ്മളറിയാതെ സർവീസിലേക്ക് കയറും. നമ്മുടെ ഭരണഘടനയൊക്കെ വളരെ ഗംഭീരമാണ് വാക്കുകളിൽ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി നടപ്പാവാതെ കേവലം നിയമം കൊണ്ടും ഭരണഘടന കൊണ്ടും മാത്രം നമുക്ക് നീതി ഉറപ്പാക്കാൻ കഴിയില്ല എല്ലാവർക്കും. ദിനകർ കോട്ടക്കുഴി അധ്യക്ഷത വഹിച്ചു. ദളിത് ആദിവാസി ആക്ടിവിസ്റ്റ് VM മാർസൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രകാശ് വടക്കന്തല, ഷേണായി, സുരേഷ് ചവറ, പ്രസന്നൻ കൊല്ലക, രാജു കൊല്ലക, രവി കരുവാഴം, മണക്കാല സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നവരാത്രി ശബരിമല മണ്ഡലകാലത്തെ തിരക്ക് കുറയ്ക്കുന്നതിനായി ഹൂബ്ലി കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ 14 സർവീസുകൾ നടത്തും. ട്രെയിനിന് കരുനാഗപ്പള്ളിയിലും കായംകുളത്തും മാവേലിക്കരയിലും സ്റ്റോപ്പ് അനുവദിച്ചു. ട്രെയിനുകൾ ആഴ്ചയിൽ 1 ദിവസമാണ് സർവീസ് നടത്തുക. ഞായറാഴ്ച വൈകിട്ട് 3:15 ഹൂബ്ലിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 11:28 കായംകുളത്തും 11:45 കരുനാഗപ്പള്ളിയിലും 12:55 കൊല്ലത്തുമെത്തും. നവരാത്രി ശബരിമല മണ്ഡലകാലത്തെ തിരക്ക് കുറയ്ക്കുന്നതിനായാണ് ഹൂബ്ലി കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്. 14 സർവീസുകളാണ് ട്രെയിൻ നടത്തുക. ട്രെയിനിന് കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. 07-313
07-314 ട്രെയിനുകൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് സർവീസ് നടത്തുക. ഞായറാഴ്ച വൈകിട്ട് 3:15 ഹൂബ്ലിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 11:28 കായംകുളത്തും 11:45 കരുനാഗപ്പള്ളിയിലും 12:55 കൊല്ലത്തുമെത്തും. തിരിച്ച് തിങ്കളാഴ്ച വൈകിട്ട് 5 കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന ട്രെയിൻ 5:28 കരുനാഗപ്പള്ളിയിലും 5:45 കായംകുളത്തും നിർത്തും. സെപ്റ്റംബർ 28 മുതൽ ഡിസംബർ 29 വരെയാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുക. ന്യൂസ് ബ്യൂറോ, കൊല്ലം. MSC എൽസ 3 കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പരിസ്ഥിതി നാശത്തിന് 1200.62 കോടിയുടെ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവ്. 9531 കോടി രൂപയുടെ ഉയർന്ന നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നായിരുന്നു സർക്കാർ വാദം. MSC എൽസ 3 കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ പരിസ്ഥിതി നാശത്തിന് 1200.62 കോടിയുടെ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീമിന്റെ ഉത്തരവ്. മുങ്ങിയ കപ്പലിൽ നിന്ന് എണ്ണ ചോരുകയും കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളടക്കം സമുദ്രത്തിൽ കലരുകയും ചെയ്തതുമൂലം പരിസ്ഥിതി സാമ്പത്തിക മേഖലകളിലുണ്ടായ നഷ്ടം കണക്കിലെടുത്താണ് ഉത്തരവ്. 9531 കോടി രൂപയുടെ ഉയർന്ന നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നായിരുന്നു സർക്കാർ വാദം. എന്നാൽ സർക്കാർ ആവശ്യപ്പെടുന്ന തുക യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്ന വാദമാണ് കപ്പൽ കമ്പനി ഉന്നയിച്ചത്. അപകടം നടന്നിട്ടുള്ളത് സംസ്ഥാന സമുദ്രാതിർത്തിയിൽ നിന്ന് 14.5 നോട്ടിക്കൽ മൈൽ അകലെയായതിനാൽ കേരള സർക്കാരിന് അഡ്മിറാലിറ്റി സ്യൂട്ട് നൽകാൻ അധികാരമില്ലെന്നും അവർ വാദിച്ചിരുന്നു. സർക്കാർ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തതിനെ തുടർന്ന് വിഴിഞ്ഞത്തെത്തിയ കപ്പൽ അറസ്റ്റ് ചെയ്യാനും ഉത്തരവിട്ടിരുന്നു. മെയ് 24-നാണ് കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ ചരക്ക് കപ്പലായ MSC എൽസ 3 കപ്പൽ മുങ്ങി അപകടമുണ്ടാകുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. ചെരുവ് നിവർത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും പൂർണ്ണമായും മുങ്ങുകയായിരുന്നു. കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകളും വിനാശകാരികളായ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും സമുദ്ര പരിസ്ഥിതിയിൽ പ്രത്യാഘാതം സൃഷ്ടിച്ചിരുന്നു. 184 മീറ്റർ നീളവും 26 മീറ്റർ വീതിയുമാണ് കപ്പലിനുള്ളത്. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. ശാസ്താംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശാസ്താംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജലാശയങ്ങളെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടയിൽ അന്യം നിന്നുപോയ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ പുനരുൽപ്പാദിപ്പിച്ച് അതിൻ്റെ വിത്തുകൾ ശേഖരിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ ധാരാളമായി ഉൽപ്പാദിപ്പിച്ച് അത് ശാസ്താംകോട്ട തടാകത്തിൽ നിക്ഷേപിക്കുന്ന പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്ത് കുറച്ചു കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കായലിലെ കരിമീൻ എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വളരെ രുചിയുള്ള ഒരു മത്സ്യമാണ്, വലിയ പ്രിയമുള്ള ഒരു മത്സ്യമാണ്. അപ്പോൾ ആ കരിമീൻ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് ഇവിടുത്തെ വള്ളം പ്രവർത്തിപ്പിക്കുന്ന തൊഴിലാളികളും മറ്റുള്ളവരും എല്ലാം പറയാറുള്ളത് ഈ മത്സ്യക്കുഞ്ഞുങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ മത്സ്യങ്ങളെ ശാസ്താംകോട്ട കായലിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. വരാൽ, കരിമീൻ, കൈതക്കോര എന്നിവയുടെ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. പഞ്ചായത്ത് അംഗം രജനി അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ പോൾ രാജൻ, ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂരിൽ റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ ജീർണിച്ച മൃതദേഹം പുരുഷന്റേതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടതുകാലിന് അംഗവൈകല്യമുള്ള മധ്യവയസ്കനാണെന്നും കൊലപാതകമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാരിയലിൽ ആഴത്തിലുള്ള കുത്തേറ്റിട്ടുണ്ട്. തലയ്ക്കും മുറിവേറ്റിട്ടുണ്ട്. വാരിയലിനും തലയ്ക്കുമേറ്റ മുറിവാണ് മരണകാരണം. പിച്ചാത്തി ഉപയോഗിച്ചാണ് മുറിവേൽപ്പിച്ചിട്ടുള്ളത്. മൃതദേഹത്തിന് 5 ദിവസം പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മരിച്ചയാളിനെ തിരിച്ചറിയുന്നതിനായി അടുത്ത കാലത്ത് പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാൻ മിസ്സിംഗ് കേസുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. പുനലൂർ പോലീസിൽ അടുത്തിടെ ഇത്തരത്തിലുള്ള മാൻ മിസ്സിംഗ് കേസുകളില്ല. ഇത് സംബന്ധിച്ച് മറ്റു സ്റ്റേഷനുകളിലും അറിയിപ്പ് നൽകി മൃതദേഹത്തിന്റെ കഴുത്തിൽ നിന്നും കണ്ടെടുത്ത സ്വർണ്ണമാലയിൽ ഇത് വാങ്ങിയ കടയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നു. മൃതദേഹം ആദ്യം കണ്ട തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ പരിസരത്തുള്ള ചിലരിൽ നിന്നും പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. പരിശോധനയ്ക്കെത്തിയ പോലീസ് നായ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും മണം പിടിച്ച് വന്മള ഭാഗത്ത് വരെ എത്തി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കാട് മൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടം മുഴുവൻ അന്വേഷണ സംഘം പരിശോധിച്ചു. പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ചങ്ങലയിലെ പൂട്ടിന്റെ താക്കോൽ കണ്ടെത്താൻ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചും തെരച്ചിൽ നടത്തി. സമീപത്ത് പരിശോധന നടത്തിയെങ്കിലും താക്കോൽ ലഭിച്ചിട്ടില്ല.
അതേസമയം മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മറ്റെവിടെയോ നിന്നും മുക്കടവിലെ തോട്ടത്തിലെത്തിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ചങ്ങലയിൽ ബന്ധിപ്പിച്ച് കൊല ചെയ്തതാണോ അതല്ല കൊന്ന ശേഷം ചങ്ങലയിൽ ബന്ധിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിലേ ഇത്തരമൊരു കൊലപാതകം നടത്താൻ കഴിയുകയുള്ളൂ എന്ന നിഗമനത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ 28-ന് പുനലൂർ KSRTC ഡിപ്പോ സന്ദർശിക്കും. ഡിപ്പോയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനും പുതിയ സർവീസുകളുടെ ഉദ്ഘാടനത്തിനുമായാണ് മന്ത്രി എത്തുന്നത്. PS സുബാൽ MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. ഡിപ്പോയിൽ ഗ്യാരേജ് ഉൾപ്പെടെയുള്ളവ പുനർനിർമ്മിക്കുന്നതിനുള്ള യോഗവും ഇതോടനുബന്ധിച്ച് ചേരും. പുനലൂർ KSRTC ഡിപ്പോയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനും പുതിയ സർവീസുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഈ മാസം 28-ന് പുനലൂർ KSRTC ഡിപ്പോ സന്ദർശിക്കും. PS സുബാൽ MLA ആണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ തന്നെ മന്ത്രിയുടെയും MLAയുടെയും സൗകര്യപ്രദമായ സമയം നോക്കി ഡിപ്പോ സന്ദർശിക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സന്ദർശനം. സന്ദർശനവേളയിൽ പുനലൂരിൽ നിന്നും പുതിയതായി ആരംഭിക്കുന്ന കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് ടൗൺ ലിങ്ക് ഓർഡിനറി സർവീസ്, വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ഓർഡിനറി സർവീസുകൾ എന്നിവയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിക്കും. കൂടാതെ ഡിപ്പോയിൽ ഗ്യാരേജ് ഉൾപ്പെടെയുള്ളവ പുനർനിർമ്മിക്കുന്നതിനായി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം 5 കോടി രൂപ MLA ഇതിനോടകം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണം സംബന്ധിച്ച അവലോകന യോഗവും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരും. നിലവിൽ പുതിയതായി KSRTC വാങ്ങിയ ബസ്സുകളിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇതിനോടകം ഡിപ്പോയ്ക്ക് അനുവദിക്കുകയും പുതിയ ബസ്സുകളുടെ അടുത്ത അലോട്ട്മെന്റിൽ ഡിപ്പോയ്ക്ക് 2 സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും ഓർഡിനറി ബസ്സും ആര്യങ്കാവ്, കുളത്തൂപ്പുഴ ഡിപ്പോകൾക്ക് ഓരോ ഓർഡിനറി ബസ്സും അനുവദിക്കുമെന്നും MLAയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കല്ലട ജലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഒക്ടോബർ 3-ന് നടക്കുന്ന കല്ലട ജലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ആ സിവിൽ മത്സരത്തിന്റെ അവസാനമാണ് കല്ലടയിൽ നടക്കുന്ന സിവിൽ മത്സരം. അത് കഴിഞ്ഞാൽ കൊല്ലം പ്രസിഡന്റ് ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരം, ഫൈനൽ മത്സരം നടന്ന് ആ മത്സരത്തിന്റെ അവസാനം കുറിക്കുന്നത്. അതിലെ സിവിലിന്റെ ആദ്യത്തെ മത്സരം കൈനകരിയിൽ ആരംഭിച്ചു. ആദ്യത്തെ മത്സരം കൈനകരിയിലാണ് തുടങ്ങുന്നത്, അവസാനിക്കുന്നത് കല്ലടയിലാണ്. ഫൈനൽ നടക്കുന്നത് കൊല്ലത്താണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 വള്ളംകളികളും കാണാനുള്ള ഭാഗ്യം ലഭിക്കുന്നവരാണ് മൺട്രോത്തുരുത്തുകാര് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. കോർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. ഈ 28ാം ഓണനാളിലെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല നിലയിൽ ഇത് നടത്താൻ കഴിയണം. വിജയകരമായ നടത്തിപ്പിന് വേണ്ടി എന്തെല്ലാം സഹായം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു തരാം എന്നുകൂടി ഈ അവസരത്തിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇവിടെ സംഘാടക സമിതി എല്ലാവരും വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീധരനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ, വൈസ് പ്രസിഡന്റ് അനീറ്റ, ജലോത്സവം കമ്മിറ്റി കൺവീനർ സന്തോഷ് കുമാർ, സേതുനാഥ്, സുരേഷ് ആറ്റുപുറം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ നഗരമധ്യത്തിലുള്ള പാലങ്ങളിൽ സുരക്ഷാ വേലിയില്ലാത്തത് ഭീഷണിയാകുന്നു. നിരവധി ആളുകൾ പാലങ്ങളിൽ നിന്നും ചാടി ജീവനൊടുക്കിയിട്ടുണ്ട്. ആറ്റിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിനും സുരക്ഷാ വേലിയില്ലാത്തത് കാരണമാകുന്നു. നഗരത്തിൽ കല്ലടയാറിനു കുറുകെ ദേശീയപാതയിൽ വലിയ പാലവും സമാന്തരമായി പുനലൂർ തൂക്കുപാലവുമുണ്ട്. പുനലൂർ നഗരത്തിലുള്ള 2 പാലങ്ങളും ആർക്കും ആറ്റിലേക്ക് ചാടാൻ കഴിയുന്ന നിലയിലുള്ളതാണ്. വലിയ പാലത്തിന്റെ നടപ്പാതയിലൂടെ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നതിനാൽ ഇതിന്റെ മുകളിൽ കയറിയാണ് പലരും 50 അടിയോളം താഴ്ചയിലുള്ള ആറ്റിലേക്ക് ചാടുന്നത്. പാലത്തിന്റെ കൈവരിക്ക് വലിയ പൊക്കമില്ല. ഇതിനാൽ ആയാസമില്ലാതെ ആറ്റിലേക്ക് ചാടാൻ കഴിയും. പാലങ്ങളുടെ താഴ്ഭാഗത്തും ഇരുവശത്തും വലിയ കയവും വെള്ളവും കൂടുതലാണ്. വലിയ അടിയൊഴുക്കുമുണ്ട്. ഇതിനാൽ വെള്ളത്തിൽ വീഴുന്നവർ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. മാലിന്യം വാഹനത്തിലെത്തിച്ച് പാലത്തോട് ചേർത്ത് നിർത്തി ആറ്റിൽ തള്ളുന്നതും പതിവാണ്. ഇത് കണ്ടുപിടിക്കാൻ പാലത്തിനോ സമീപത്തോ നിരീക്ഷണ ക്യാമറയുമില്ല. പാലത്തിന്റെ കിഴക്കുഭാഗത്ത് TB ജംഗ്ഷനിൽ പോലീസിന്റെ നിരീക്ഷണ ക്യാമറയുണ്ടെങ്കിലും പ്രവർത്തനരഹിതമാണ്.
ഇനി ക്യാമറ ഇവിടെ പ്രവർത്തിച്ചാലും പാലത്തിന്റെ അങ്ങേ അറ്റം വരെ ദൃശ്യങ്ങൾ ലഭിക്കാനും പ്രയാസമാണ്. കൈവരിക്ക് മുകളിൽ സുരക്ഷാ വേലി നിർമ്മിച്ചാൽ ആളുകൾ ജീവനൊടുക്കുന്നത് തടയാൻ കഴിയും. ദേശീയപാതയിൽ കൊട്ടാരക്കര റെയിൽവേ മേൽപ്പാലത്തിലുൾപ്പെടെ ഇത്തരത്തിൽ സുരക്ഷാ വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ദേശീയപാത സുരക്ഷാ വേലി നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കാറില്ല. അതാത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിന് ഫണ്ട് കണ്ടെത്തേണ്ടത്. പുനലൂരിലെ ഈ സ്ഥിതി MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ അറിയിച്ചിരുന്നതായി ദേശീയപാത പുനലൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്ര കുണ്ടറ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. സ്വീകരണ പരിപാടികൾ PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്ര കുണ്ടറ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി. വളരെ മനോഹരമായി ഒരേപോലെ സാരിയൊക്കെ എടുത്ത് ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട MLAയോട് പറയായിരുന്നു, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഒരേ യൂണിഫോം ഇട്ടവരാണ് ഈ നിയോജകമണ്ഡലത്തിലേക്ക് കടന്നപ്പോൾ മുതൽ കാണുന്നത്. അപ്പൊ അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ്. അതൊരു സാരി ഉടുക്കൽ ഒരേപോലെ എന്നുള്ളതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ഒരു വലിയ ടീം സ്പിരിറ്റും ഒരു ഐക്യത്തിന്റെയും ഞങ്ങൾ ഒന്നാണ്, സാരി ഉടുക്കുന്ന കാര്യത്തിൽ വാങ്ങിക്കുന്ന കാര്യത്തിൽ ഒരു കൂടുതൽ ഒന്നാണ് എന്നല്ല. ഞാൻ എവിടെന്നാ വാങ്ങിച്ചതെന്ന് മണ്ഡലം പ്രസിഡന്റിനോട് അന്വേഷിച്ചു. എന്നുവെച്ചാൽ സാരി വളരെ മനോഹരമായിട്ടുണ്ട്. കേരളപുരം വില്ലേജ് ജംഗ്ഷൻ, പേരയം ജംഗ്ഷൻ, മുക്കട, പെരുമ്പുഴ, തൈക്കാവുമുക്ക്, കണ്ണനെല്ലൂർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ജനവിരുദ്ധ ഗവൺമെന്റാണ്. ഇന്ന് രാജ്യത്തെ ജനങ്ങളെല്ലാം പ്രതിഷേധത്തിലാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന ജനാധിപത്യ സംരക്ഷണ പോരാട്ടത്തിന് ബീഹാറിലൊക്കെ നടത്തിയ യാത്രയ്ക്ക് അവിടേക്ക് ഒഴുകിയെത്തിയ ലക്ഷക്കണക്കാകുന്ന ജനങ്ങൾ കാണിക്കുന്നത് ഒരു പ്രതിഷേധത്തിന്റെ സ്വരമാണ്. ഈ ഗവൺമെന്റിനെ ജനങ്ങൾ വേർതിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റും. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പുറകിമുട്ടുന്നു. വൈദ്യുതി ചാർജ് കൂട്ടുന്നു, ബസ് ചാർജ് കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു, ഭൂനികുതി കൂട്ടുന്നു, കെട്ടിട നികുതി കൂട്ടുന്നു, പെർമിറ്റ് ഫീസ് കൂട്ടുന്നു. എന്താണ് കൂട്ടാനുള്ളത് ഇനി? ഈ ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്ക് എന്ത് ആശ്വാസമാണ് കിട്ടുന്നത്? ജനങ്ങൾക്ക് ദുരിതം മാത്രം സമ്മാനിക്കുന്ന രണ്ട് ഗവൺമെന്റുകളാണ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സിന്ധു ഗോപൻ, ഇന്ദിര, UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ രാജു ടി പണിക്കർ, നിസാം കണ്ണനെല്ലൂർ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫേബ സുദർശൻ, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വാഹിദ, ജയലക്ഷ്മി ദത്തൻ, R രശ്മി, ജില്ലാ വൈസ് പ്രസിഡന്റ് സുവർണ, ലീന രവീന്ദ്രൻ, ബീന ബീഗം, ലിസിമോൾ, ഷഹിന ഷിഹാബ്, ബിന്ദു പാട്രിക്, റേച്ചൽ ജോൺസൺ, സ്റ്റെല്ല, ഗീത, രജനി പ്രകാശ്, സനൂജ, ഷൈല നാസറുദ്ദീൻ, ബിജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലത്ത് യുവാവിനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയ പ്രതികൾ പിടിയിൽ. ശൂരനാട് സ്വദേശികളായ 4 പേർ കസ്റ്റഡിയിൽ. ഇരവിപുരം പോലീസാണ് പ്രതികളെ പിടികൂടിയത്. സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണം. MSC എൽസാത്രി കപ്പൽ അപകടം. പരിസ്ഥിതി നാശത്തിന് 1200.62 കോടിയുടെ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. ജസ്റ്റിസ് MA അബ്ദുൽ ഹക്കീമിന്റേതാണ് ഉത്തരവ്. പുനലൂരിൽ റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം. കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല്ലപ്പെട്ടത് ഇടതുകാലിന് അംഗവൈകല്യമുള്ള മധ്യവയസ്കൻ. നവരാത്രി ശബരിമല മണ്ഡലകാലത്തെ തിരക്ക് കുറയ്ക്കുന്നതിനായി സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചു. ഹൂബ്ലി കൊല്ലം ട്രെയിനാണ് അനുവദിച്ചത്. കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.